അധ്യയന വർഷം ആരംഭിച്ചിട്ടും പ്രവർത്തനയോഗ്യമല്ലാത്ത അംഗനവാടികളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുവാൻ നടപടിയില്ല. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഫാഷൻ ഹീൽസ്, പുളിയൻമല റോഡ്, കട്ടപ്പന. കട്ടപ്പന നഗരസഭാ പരിധിയിൽ ഇപ്പോഴും 6 അംഗനവാടികൾ വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. നഗരസഭാ പരിധിയിൽ 48 അംഗനവാടികളാണ് ഉള്ളത്. ഇതിൽ 13 എണ്ണത്തിന്റെ കെട്ടിടം പ്രവർത്തനയോഗ്യമല്ലെന്ന് കണ്ടെത്തിയിരുന്നു. ഒപ്പം 6 അംഗനവാടികൾ ഇപ്പോഴും വാടക കെട്ടിടത്തിലുമാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ കട്ടപ്പന നഗരസഭയിൽ 48 അംഗൻവാടികളാണുള്ളത്. അതിനകത്ത് ഇപ്പം ഈ സ്കൂൾ ഓപ്പണിംഗ് ആയി, സ്കൂൾ തുറന്നു, അംഗൻവാടികളിലൊക്കെ പ്രവേശനോത്സവം ഒക്കെ വരാൻ പോകുന്നു. പക്ഷേ ഇതുവരെയും ഒരു 13 അംഗൻവാടികളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടില്ല. 34 അംഗൻവാടികളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇനി ബാക്കിയുള്ളത് ഇനി അവർ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇതിനകത്ത് ശരിക്കും വലിയകണ്ടത്ത് പ്രവർത്തിക്കുന്ന സെൻറ്റർ നമ്പർ 90, അതേപോലെ കല്യാണത്തണ്ട്, ഈ 2 അംഗൻവാടികൾ ഇപ്പം 4 വർഷക്കാലമായി വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ കല്യാണത്തണ്ടിൽ പ്രവർത്തിക്കുന്ന ഒരു അംഗൻവാടിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത് വാടക കെട്ടിടത്തിൽ നിന്നും ഇപ്പം മാറിക്കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുക. അവിടുത്തെ അംഗൻവാടി ടീച്ചർ രൂപ 10,000 മുടക്കി സ്വന്തം കിട്ടുന്ന ആകപ്പാടെ ഞങ്ങൾക്ക് 12,000 രൂപയാണ് ഓണറേറിയം കിട്ടുന്നത്. അതിൽ നിന്ന് 10,000 രൂപ മുടക്കി ഷീറ്റിട്ട കെട്ടിടത്തിൽ പ്രവർത്തിക്കാൻ പറ്റത്തില്ല അംഗൻവാടി. അപ്പോൾ അത് ശരിക്കും അത് സീലിംഗ് നടത്തിയാണ് അവിടെ അംഗൻവാടി ഇപ്പം തുടർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു ആ അംഗൻവാടിയിൽ നിന്നും മാറിക്കൊടുക്കണം. ഇപ്പം അംഗൻവാടി പ്രവർത്തിക്കാൻ ഒരു സ്ഥലമില്ലാത്തൊരു അവസ്ഥയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ശരിക്കും ആദ്യം ഞങ്ങളുടെ ICDSൽ നിന്നും അത് പ്രപ്പോസൽ വെച്ചപ്പം ഏറ്റവും മുൻഗണനാക്രമത്തിൽ നിന്ന് 2 അംഗൻവാടികളാണ് സെൻറ്റർ നമ്പർ 86 കല്യാണത്തണ്ടിലെയും വലിയകണ്ടം അംഗൻവാടിയും. പക്ഷേ അതിൻ്റെ പണിയൊക്കെ മാറ്റി വെച്ചുകൊണ്ട് മറ്റ് വാർഡുകളിലൊക്കെ അംഗൻവാടികൾ പണിയാനുള്ള ഒരു ഏകദേശ ധാരണയൊക്കെ ആയിട്ടുണ്ട്. എൻ്റെ അംഗൻവാടി കല്ലൂന്നിലാണ് പ്രവർത്തിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ 4 വർഷം മുമ്പ് ഇത് പണിയാനായിട്ട് കാലവർഷക്കെടുതിയിൽ ഇത് പോയതാണ് ഈ അംഗൻവാടി. അന്ന് മുതൽ ഇത് പണിയാനായിട്ട് ഫണ്ട് വെച്ചു. ഡിപ്പാർട്ട്മെൻറ്റ് ഒരു 20 ലക്ഷം രൂപ പാസ്സാക്കിയൊക്കെ തന്നതാണ് സ്മാർട്ട് അംഗൻവാടി പണിയുന്നതിന് വേണ്ടി. പക്ഷേ എന്തുകൊണ്ടോ മുനിസിപ്പാലിറ്റി അത് ഫണ്ട് വെക്കാതെ വന്നപ്പോൾ ആ പണി അത് നടന്നില്ല. ഇപ്പം എന്തോ നമ്മുടെ 8ാം വാർഡിലെയും 9ാം വാർഡിലെയും കുട്ടികൾ ഈ അംഗൻവാടിയിൽ പഠിക്കുന്നുണ്ട്. അതിലെ കൗൺസിലേഴ്സ് നല്ലൊരു മനോഭാവം ഉള്ളതുകൊണ്ട് അവരുടെ ഓൺ ഫണ്ടും കൂടി വെച്ചിട്ടാണ് ഇപ്പം ഈ അംഗൻവാടിയുടെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം 9ാം വാർഡിൻ്റെ സിജോമോനും 8ാം വാർഡിലെ ധന്യ അനലും കൂടി അവരുടെ പദ്ധതി വിഹിതത്തിൽ നിന്നുള്ള ഫണ്ടും കൂടി ഇതിനകത്ത് വെച്ച് ഇപ്പം അംഗൻവാടി ഏതാണ്ട് അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ പുതിയ കുട്ടികൾ വരുമ്പോഴത്തേക്കിന് അംഗൻവാടി പണി പൂർത്തീകരിക്കും. എന്തുകൊണ്ടോ മുനിസിപ്പാലിറ്റിയിൽ അത്ര വേണ്ടത്ര ഒരു ഇത് അംഗൻവാടിയുടെ തലത്തിൽ വരുന്നുണ്ടോ എന്നുള്ളൊരു സംശയം. എന്ന് പറഞ്ഞാൽ അവർ അന്വേഷിക്കുന്നില്ല, അവർ എടുക്കുന്നില്ല, നോക്കുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ വർഷവും എല്ലാ അംഗൻവാടികൾക്കും എത്ര കുട്ടികൾ പഠിക്കുന്നുണ്ടോ അതിൻ്റെ എണ്ണം അനുസരിച്ചിട്ടുള്ള ബെഡ് ഞങ്ങളുടെ കുട്ടികൾക്ക് എല്ലാവർക്കും മുനിസിപ്പാലിറ്റിയിൽ തന്നു. അതുപോലെ ബാക്കി ഫെസിലിറ്റീസൊക്കെ തരുന്നുണ്ട്. പക്ഷേ കെട്ടിടത്തിൻ്റെ കാര്യത്തിലും കൂടെ ആ ഒരു ശ്രദ്ധ നമ്മുടെ മുനിസിപ്പാലിറ്റി തലത്തിൽ നിന്ന് ഉണ്ടാവണം. കാരണം കൊച്ചു കുട്ടികൾ പഠിക്കുന്ന അംഗൻവാടികളിൽ ശരിക്കും പറഞ്ഞാൽ അവർ ഏറ്റവും അടച്ചുറപ്പുള്ള അംഗൻവാടികളിൽ വേണം കുട്ടികൾ പഠിക്കാനായിട്ട്. പഴയ ഒരു കാലാവസ്ഥയല്ല, പഴയ ആരോഗ്യസ്ഥിതിയിലുമല്ല കുട്ടികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് പഠിക്കാൻ നല്ല ഫെസിലിറ്റീസ് ഉള്ള അംഗൻവാടികൾ വേണം. അത് കട്ടപ്പന മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ച് 13 അംഗൻവാടികൾ കൂടി ആ തലത്തിലേക്ക് ഉയർന്നു വരേണ്ടതായിട്ട് ഉണ്ട്. നഗരസഭയുടെ അംഗനവാടി കെട്ടിട നിർമ്മാണ മുൻഗണനാ പട്ടികയിൽ നിന്ന് കല്യാണത്തണ്ട് ഉൾപ്പെടെയുള്ള അംഗനവാടികളെ ഒഴിവാക്കിയതിനെതിരെ മുൻപ് പ്രതിഷേധം ശക്തമായിരുന്നു. എന്നാൽ നാളിതുവരെയായും വിഷയത്തിൽ പൂർണ്ണ പരിഹാരം കാണുവാൻ അധികൃതർക്ക് സാധിച്ചിട്ടില്ല. ഇതോടെ പല അംഗനവാടികളും വാടകയ്ക്ക് മാറിയതോടെ പഴയ കെട്ടിടങ്ങൾ സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറി. പുതിയൊരു അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ 20 ഏക്കറിലെ തവരയാറിലെ 88ാം നമ്പർ അംഗൻവാടിയുടെ അവസ്ഥയാണിത്. ഇന്ന് ഈ അംഗൻവാടി ഒരു സാമൂഹ്യ വിരുദ്ധന്മാരുടെ താവളമായി മാറുകയാണ്. നിരവധി കുട്ടികൾ പഠിച്ചുകൊണ്ടിരുന്ന ഈ അംഗൻവാടി ഇപ്പോൾ ഒരു വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെ നിന്നും ഏകദേശം 1.5 കിലോമീറ്റർ അകലെ വേണം കുട്ടികൾക്ക് അവിടെ പോയി പഠിക്കാൻ. കുട്ടികളിൽ നിന്നും 1,500 രൂപയിലധികം ഓട്ടോ ചാർജ് അവർക്ക് ചിലവാകുന്നുണ്ട് ഇതിനായി. കുട്ടികൾക്ക് ഈ പ്രദേശത്തെ കുട്ടികൾക്ക് ഏറ്റവും അടുത്ത അംഗൻവാടിയായിരുന്നു. ഇപ്പം ഈ പ്രദേശത്തുള്ള കുട്ടികൾക്ക് ഇപ്പോൾ അംഗൻവാടിയിൽ പഠിക്കണമെങ്കിൽ 1.5 കിലോമീറ്ററിലധികം സഞ്ചരിക്കേണ്ട അവസ്ഥയാണ്. ഇന്ന് സാമൂഹ്യ വിരുദ്ധന്മാരുടെ താവളമായി മാറിയിരിക്കുന്ന ഈ അംഗൻവാടി വാടക കെട്ടിടങ്ങളിലേക്ക് മാറിയ അംഗനവാടികളിൽ നിന്ന് ഒഴിയണമെന്ന് ചില ഉടമകൾ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. അധ്യയന വർഷം ആരംഭിച്ച സാഹചര്യത്തിൽ വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാകുന്നത്. നഗരസഭ ഇക്കാര്യത്തിൽ വേണ്ടത്ര ഗൗരവം കാണിക്കാതിരുന്നാൽ സമരം ശക്തമാക്കുവാനാണ്
ഇടതുപക്ഷ യുവജന സംഘടനകളുടെ തീരുമാനം. ഇടുക്കി ലൈവ് ന്യൂസ്, കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹൈ റേഞ്ചിലെ ഏറ്റവും വലിയ ഫുട്വെയർ വിസ്മയം ഇനി കട്ടപ്പനയ്ക്ക് സ്വന്തം. ഫാഷൻ ഹീൽസ്, അതിവിശാലമായ ഷോറൂം, ബ്രാൻഡഡ് കമ്പനികളുടെ അതിവിപുലമായ കളക്ഷൻസ്. ഫാഷൻ ഹീൽസ്, പുളിയൻമല റോഡ്, കട്ടപ്പന.